ആങ്സൈറ്റിന്റെ ഒരു ഇന്റൻസിറ്റി കൂടിയ ഒരു വേർഷൻ ആണ് ആക്ച്വലി ഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം. ആങ്സൈറ്റിയിൽ കുറച്ചും കൂടി അവരൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഫോബിയ. ഇപ്പൊ ഹൈറ്റ് ആണെങ്കിൽ അവരുടെ ഡെത്തിലേക്ക് നയിക്കാവുന്ന, ഇല്ലെങ്കിൽ അവരുടെ ലൈഫിനെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റൻസിറ്റി ഉള്ള ഒരു സാധനമാണ് പലപ്പോഴും ഫോബിയ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഫോബിയയിൽ പലപ്പോഴും മെഡിക്കേഷൻസ് ആവശ്യം വരാറുണ്ട്, പ്രോപ്പറായിട്ട് എക്സ്പോഷർ തെറപ്പിയും കാര്യങ്ങളൊക്കെ ആവശ്യമാവും. നമ്മൾ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് രണ്ടും ഡിഫറെന്റ് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ആങ്സൈറ്റിന്റെ ഒരു ഇന്റൻസിറ്റി കൂടിയ ഒരു വേർഷനാണ് പലപ്പോഴും ഫോബിയ. ചിലപ്പോൾ ഒരു സ്പെസിഫിക് കാര്യത്തിനോട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര തമാശയിൽ തോന്നും. ഹൈറ്റ് വെൽ സെക്യൂർഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 4ാമത്തെ നിലയിൽ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓരോ ഹൈറ്റ് 4ാമത്തെ നില 5ാമത്തെ നില എന്നൊക്കെ കൂടി പോകുമ്പോൾ അവരുടെ ഭയങ്കര അറൗസലും ഭയങ്കര കൂടി വരുന്നതൊക്കെ കാണാറുണ്ട്. ചിലപ്പോ നമ്മള് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ പറയും, പക്ഷെ ഭയങ്കരമായിട്ട് അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവാലിഡേറ്റ് ചെയ്യും അവരെ. ഇതൊക്കെ ഒരു പേടിയാണ്, ഇതിനെ പേടിക്കാൻ എന്താ ഉള്ളത് എന്നുള്ളത് കളിയാക്കും നമ്മള്. ഇതിനെ പേടിയാണോ, നിനക്ക് പല്ലീനെ പേടിയാണോ, പാറ്റിനെ പേടിയാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും കളിയാക്കാറില്ലേ. നമുക്ക് ഫോബിക് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റക്കായി പോവും, പേടിയായി പോവും. അവർക്ക് ഞാനൊന്ന് ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും കംപ്ലൈന്റ്സ് പറയുന്നത് കേൾക്കാറുണ്ട് ക്ലയൻസ്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർക്കത് റിയാക്ട് ചെയ്യുന്നില്ല, അവർ കംപ്ലീറ്റ് അവരുടെ നെർവസ് സിസ്റ്റം ഷട്ട് ഡൗൺ ആവും ആ ഒരു സമയത്ത് ആ പേടിയുള്ള സംഭവത്തിനോട്.